ഈ ഒരു ഫുഡ് കാണുമ്പം ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും, എസ്പെഷ്യലി എന്നെ പോലെ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ. വയനാട്ടിലേക്ക് ട്രിപ്പ് ഫിക്സ് ചെയ്തപ്പോഴേ തുടങ്ങിയതാണ് പോത്തുംകാൽ കഴിക്കണം എന്നും പറഞ്ഞിട്ട്. ഇവരാഗ്രഹമല്ലേ, ഇവിടെ അതിന് ഇഷ്ടമല്ലെങ്കിലും കൂട്ട് നിൽക്കണം. ഇതാണ് ആ കട. ഒരു ഫാമിലി റൺ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. പോത്തുംകാലും അതും ഊണും മാത്രമല്ല, കുറേ രാവിലത്തേക്കുള്ള ഫുഡും ഉച്ചക്കുള്ളതും പിന്നെ ഉപ്പിലിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കടേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മുട്ടുന്നേയും തട്ടുന്നേയും ഒച്ചയായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോത്തുംകാൽ അത്യാവശ്യം വലിയൊരു സാധനമാണ്. 3 പേർക്ക് ഒന്നും അല്ല, 4-5 പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ട്. പിന്നെ ഇത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാവരും കൂടിയിട്ട് അങ്ങ് ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. ഒരു കത്തിയും ഒരു കുത്തുന്ന സാധനമുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സാഹസികമായിട്ട് അതിനെ ആക്രമിച്ച് കഴിക്കണം. ബൈ ദ ബൈ, ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ രുചി എനിക്കറിയില്ല. ഇവർ കഴിച്ചത് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറ. കത്തിക്കുത്തിന് ശേഷം ഇനിയാണ് റിയൽ അക്രമം വരുന്നത്. ഇതിനി കുത്തിൻ്റെ ഉള്ളിൽ സാധനം എടുത്ത് തിരിച്ച് കുത്തി എന്തൊക്കെയോ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കഴിക്കുന്നത്. ആദ്യമായിട്ട് കടയിലേക്ക് കയറുമ്പോൾ കേട്ട ആ തട്ടലും മുട്ടലും ഇങ്ങനെ തട്ടുന്നതിൻ്റെ ഒച്ചയായിട്ടാണ് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ തട്ടി ഇതിനകത്തുള്ള വെള്ള സാധനം എടുത്ത് കഴിക്കുന്നതാണ് പോലും മെയിൻ ഐറ്റം. പോത്തുംകാലിനോടുള്ള കൗതുകം കൊണ്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി വയനാടാണ് ഇതിൻ്റെ ലോക്കൽ ഒരു ഹിസ്റ്ററി കിടക്കുന്നതെന്നുള്ളത്.